കടലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ വീണ്ടും അവൾ മാഞ്ഞു പോയി. ദൈവമേ, ഒന്ന് മാഞ്ഞു പോടി, അത് അങ്ങനെ അല്ല. ഇതാണ് ഇവിടെ ഒരു കഴിവ് പുറത്തെടുക്കാൻ പറ്റൂല. കടലല്ല, അഴലിന്റെ ആഴങ്ങളിൽ. നീ അങ്ങനെ പറയല. പാട്ടുകാർ ഇടയിലിരിക്കാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എനിക്ക് തെറ്റിപ്പോയതാണ്. അതെന്റെ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. അല്ല പോട്ടെ, എന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, എൻ്റെ പാട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് കടലിന്റെ അടിത്തട്ടിൽ വരെ ഫിറ്റാണ്, അല്ല ഹിറ്റാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഭയങ്കര ഹിറ്റ്. എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു സ്രാവ് ചിരിച്ച് എന്റെ വീട്ടിൽ വാങ്ങിച്ചപ്പോ അവിടെ വരെ ഇരുന്ന് ചിരിക്കുന്നു. ചോദിച്ചപ്പോ പറയാനേ കോമഡി മാസ്റ്റേഴ്സ് അല്ല ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രൂ പോയിട്ട് അവിടെ ഓഡിഷൻ നടത്തിയിട്ട് സെലക്ട് ആയ 3 പേരാണ് ഇന്നിവിടെ സ്കിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ബാറ്ററി വെള്ളത്തിലാവാൻ പാടില്ല, അതുകൊണ്ട് ഒന്ന് ഓൺ ചെയ്ത് തരണം. ബാറ്ററി ഓൺ. എനിക്ക് കേൾക്കാൻ ചേച്ചി ബാറ്ററി ഓൺ ആയി. അപ്പൊ വരാൻ പോകുന്നത് ശരത്ത്, ഷെയ്ന്, ഐശ്വര്യ. ഞാൻ ഒന്ന് അവിടെ ഇരുന്ന് കാണട്ടെ ചേച്ചി. ഇന്നത്തെ റിഹേഴ്സൽ കഴിഞ്ഞു. കണ്ണനയിലെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവള് ഡാൻസ് കളിക്കുമ്പോ ഇവളെ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കരുത് കേട്ടാ കേട്ടാ. പോടാ ആ മരത്തിൽ അശോകന് പോലും ഇല്ലടാ ഇത്രയും വലിയ കണ്ണ്. നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി ഡാൻസ് കളിക്കുവാണെങ്കിൽ വല്ല പായലിന്റെ പുറകിൽ പോയി ഡാൻസ് കളിക്കണമെന്ന്. എടീ, നമ്മൾ കടലിന്റെ അടിയിലല്ലേ സ്കിറ്റ് കളിക്കുന്നത്, അപ്പൊ അത് രജിസ്റ്റർ ആക്കണ്ടേ? അത് മാത്രം മതിയാ? ഞാൻ മത്സ്യകന്യകയാണെന്നും നിങ്ങൾ മത്സ്യകന്യകനാണെന്നും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും രജിസ്റ്റർ ചെയ്യണ്ടേ? ചെയ്യണോ? എന്തോ പേക്കൂത്ത എവിടെ കിടന്ന് കാണിക്കുന്നത്? എന്റെ പൊന്നു മനുഷ്യനെ, കടൽക്കൂട്ടത്തിന്റെ 29ാമത്തെ വാർഷികം. ഒരേ നിർബന്ധം, എന്റെ നൃത്തസന്ധ്യ വേണം. നിന്റെ നൃത്തസന്ധ്യ കൊണ്ടായിരിക്കും അത് സന്ധ്യക്ക് കളിക്കാൻ പറഞ്ഞത്. നൃത്തസന്ധ്യ പോരാത്തേനെ, നെത്തോലിക്കൂട്ടത്തിന്റെ വാൽക്കൊട്ടിക്കളിയുണ്ട്. എന്തിനാ പിണക്കം എന്നോടെന്തിനാ അല്ല പൊന്നെ കൽബു വേദന. ആ പൊന്നു സഖി ആ പൊന്നു സഖി ആ പൊന്നു സഖി എന്തിനാ എന്റെ പൊന്നു സഖി ഒന്ന് നിർത്ത്. ഈ കൈകൊട്ടിക്കളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരും. കൂടുതൽ വാലിട്ടാട്ടല്ലേ? നിങ്ങൾക്ക് അവരെ ഡാൻസ് കാണാൻ പോകാൻ പറ്റുമല്ലേ? എന്റെ ഡാൻസ് കാണാൻ മടി. നിനക്ക് ഡാൻസിനെ പറ്റി വല്ലതും അറിയാമോ നിനക്ക്? എന്റെ പൊന്നു മനുഷ്യനെ, ഈ കടലിലെ ഏക കന്യകാ കടൽ മണ്ഡലമാണ് ഞാൻ. അയ്യോ, അത് കലാമണ്ഡലം ഒന്നല്ലേ? അത് കരയില്, കടലിൽ വരുമ്പോ കടൽ മണ്ഡലം. അങ്ങനെയാണെങ്കിൽ നീ കടൽ മണ്ഡലമല്ല, കടൽ മണ്ടിയാണ് നീ. എന്നെ കളിയാക്കരുത്. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? പിന്നെ ഞാൻ ഈ സ്കീറ്റിന്റെ ഇടയ്ക്ക് നിന്റെ ചന്ത തിരക്കി പോ. ഞാൻ അതല്ലെന്ന്, എന്റെ അച്ഛൻ ഒരു ബ്രേക്ക് ആയിരുന്നു. അപ്പൊ നിന്റെ അമ്മ എന്നെ ആക്സിലേറ്റർ ആയിരുന്നു. മനസ്സിലവിടുന്ന് എന്റെ അച്ഛൻ ഒരു ഫേമസ് ബ്രേക്ക് ഡാൻസർ ആയിരുന്നു. മെയിൻ എന്ന് വെച്ചാ റോക്ക് ഡാൻസ്. റോക്ക് ഡാൻസ് എന്ന് പറയാൻ എന്താ? കയറി തൂങ്ങും. അത് ആത്മഹത്യയല്ലേടി? പിന്നെ മേലിന്ന് ആരെങ്കിലും കയറിട്ടപ്പം അച്ഛൻ അതിൽ പെനഞ്ഞങ്ങ് പോവും. എന്നിട്ട് നിന്റെ അച്ഛൻ എന്ത് ചെയ്യും? ആരോ കയറിട്ടപ്പോ പെനഞ്ഞങ്ങ് പോയി. എന്നാലും ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് പോയാന്ന് പറയരുത് കേട്ടോ. എന്റെ വായിരിക്കുന്ന വല്ല കടിച്ച പൊട്ടത്തെ കുമ്പളെ നിങ്ങൾ കേക്കും. പിന്നെ എന്റെ വായിക്കകത്ത് എന്തോടി പായലാണോ ഇരിക്കുന്നേ? എന്റെ വായി നിങ്ങൾക്ക് കടിച്ചാ പൊട്ടത്തെ കുമ്പളകൾ അങ്ങനെയാണോ? നോക്കട്ടെ. നിങ്ങളിപ്പോ വിചാരിക്കും നമ്മൾ ഇവിടെ കിടന്ന് കുന്തളിപ്പ് കാണിക്കുന്നു. കടലിനടി തെറി വിളിക്കാൻ ഇതേ ഉള്ളു വഴി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഉപ്പ് കുറയ്ക്കണം. ഈ കടൽ വെള്ളത്തിനകത്ത് എവിടെ കൊണ്ടിട്ട് ഉപ്പ് കുറയ്ക്കാൻ അടിയും. ബോട്ടെ പോകുന്നവനെ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പെതുക്കെ പോണോന്ന്. എടാ, ഇവിടെ ഒരു ഫാമിലി ഉള്ളതല്ലടാ. ഒന്ന് നോക്കി ഇനി ചെന്ന് അവന്റെ നെഞ്ചത്തോട്ട് കയറിക്കോട്. എന്തോ നടി എന്റെ പൊന്നു മനുഷ്യ, നമ്മളെ മക്കളെ പറ്റി എന്തേലും ഒരു ചിന്ത ഉണ്ടാ നിങ്ങൾക്ക്? ഉണ്ടോന്നോ? ആ നീരാളിയുടെ മോൻ കൊച്ചു നീരാളി എന്റെ മോനെ അടിച്ച കാര്യമല്ലേ, അതെനിക്കറിയാം. അതിനാണ് ആ ചെറുക്കനെ ഞാൻ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടണത്.
സ്കൂളിൽ പോകാത്ത എനിക്ക് അടി കിട്ടുന്നു, പിന്നാണോ സ്കൂളിൽ പോയാൽ അവരടി കിട്ടും. അപ്പൊ തന്റെ കണക്ക് മോനും കണക്ക്. നീ അങ്ങനെ സംസാരിക്കരുത്. ആ, പിന്നെ എടി, കടലിനകത്ത് ചൂണ്ടയിട്ടിട്ട് മീനെ കിട്ടാതെ ഏതോ ഒരുത്തൻ കടലിലെടുത്ത് ചാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളെ 4 പിള്ളേരുടെ തള്ളയാണെന്ന് പുറം ലോകം അറിയരുത്. അതെന്ത്? പുറത്ത് ഞാൻ മത്സ്യകന്യകയല്ലേ, എന്റെ ഇമേജ് കുതിരും. നമ്മള് വെള്ളത്തിനടിയിലല്ലേ. അങ്ങനെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവന്റെ ചൂണ്ടയിലൊന്നും നീ പോയി പെടരുത്. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ ഒളിച്ചിരുന്ന് ഞാൻ നോക്കിക്കോളാം. പൊക്കോ. അങ്ങനെ പൊക്കോ. പോട്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ? അതെ, കടലിന്റെ അടിത്തട്ടിൽ ആരും ഇതേവരെ സഞ്ചരിക്കാത്ത ഒരു ഹിഡൻ സ്പോട്ടിലാണ് ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മത്സ്യകന്യകയെ കാണുന്നു, പ്രേമിക്കുന്നു, കെട്ടുന്നു, എന്നിട്ട് കരയിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല, ഇത് മത്സ്യകന്യക താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഓക്സിജൻ കിട്ടും. ലോജിക്ക് ഒക്കെ ആയല്ലോ. അപ്പൊ ലോജിക്ക് നമുക്ക് മത്സ്യകന്യക തപ്പിയിറങ്ങാം. വരാ. Oh my God! Tinkle tinkle little star, how may wonder what you want? And the മത്സ്യകന്യക, yeah, come on! ഞാനായിരുന്നു. ഞാൻ കടൽക്കാക്ക. പിന്നെ കടലിനടിയിലാണെങ്കിലും കടൽ കാക്കേനെ മരപ്പട്ടയും കണ്ട് എനിക്കറിയാം. ഓഹോ, എന്റെ മത്സ്യകന്യക കൗണ്ടർ ഒക്കെ പറയൂല്ലേ? കൗണ്ടർ പറഞ്ഞില്ലെങ്കിലേ ഈ സ്കിറ്റ് തീരുമ്പോ കടലിനങ്ങ് മുങ്ങും. അല്ലെങ്കിൽ ഈ ഒറ്റ കൗണ്ടർ കൊണ്ട് അങ്ങ് കടലിന്റെ മണ്ടേ ചെന്നാ വിചാരം. മനുഷ്യനല്ലേടോ? ഞാൻ മനുഷ്യനാണ്, പക്ഷെ ഞാൻ വെള്ളത്തിൽ നനയത്തില്ല. അപ്പൊ വെള്ളം നനയാതിരിക്കാനേ ചേമ്പല. ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാ വന്നേക്കുന്നേ. പിന്നെ ഇത്ര ലോജിക്കില്ലാത്ത സ്കിറ്റ് കളിക്കുക. അപ്പഴാ പോയേ. എടോ, താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? അത് ബാക്കിയകത്ത് നെയിൽ കട്ടറുണ്ടാ? അകം വെട്ടണ്. അല്ല, എന്റെ നാണവാ. നാണ വരുന്ന. അതായത് മത്സ്യകന്യകെ ഇവിടുന്ന് പ്രേമിച്ച് കെട്ടി കരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നിട്ട് വേണം മത്സ്യകന്യകയുടെ 2 മീൻ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് എനിക്ക് ഇങ്ങനെ നടന്നു പോകാൻ. പൊന്നു മനുഷ്യ പതുക്കെ പറ. ആമെ കണ്ട അതെന്തിനാണ് തല വെളിയിട്ടോണ്ടിരിക്കണെന്ന് മനസ്സിലായ? നമ്മൾ ഇവിടെ എന്തൊരു സംസാരിക്കണെന്ന് അറിയാം. സദാചാര നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. അതെ, ഞാൻ മത്സ്യകന്യകയ്ക്ക് വേണ്ടി എന്തൊക്കെയാ പണിഞ്ഞേക്കുന്നതെന്ന് അറിയോ? കണ്ണാടിയിൽ തീർത്തൊരു കൊട്ടാരം, അയ്യോ, അതിന്റെ അകത്ത് സ്വർണത്തിൽ നിറഞ്ഞ കല്ലുകൾ, സ്വർണ്ണ മീനുകൾ ഇങ്ങനെ നിന്നെ വെഞ്ചാമരം വീശി തരും. എന്റെ മത്സു രോമാഞ്ചം എന്ന് വെച്ചാ Romance is a particular type of culinarity. It is all Romans are stand up with the kuliri and will dance or dance. എന്ന് വെച്ചാ എനിക്കറിയാമോ? എന്റെ മത്സ്യകന്യ അക്വേറിയം കണ്ടിട്ടില്ലാത്ത എന്റെ ഭാഗ്യം. അതെ, ഞാൻ എന്റെ മത്സ്യകന്യക്ക് വേണ്ടി ഞാനൊരു പാട്ട് ഇവിടെ വന്നപ്പോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടോ? എങ്കിൽ പാടിക്കോ. ഈ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഞാൻ ആ സിംഗ് ഒന്ന് സോങ്ങിക്കോട്ടെ? വീഡിയോ ഓണാക്കി വെച്ചോട്ടെ? ഓക്കെ അല്ലേ? ഇവിടെ പായലാണ്, അവിടെ കല്ലാണ്, ഇവിടെ മൊത്തം വെള്ളമാണ്. വരൂ 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 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും ഒക്കെ നീന്തി തുടിച്ചിടാം, ഇങ്ങനെ ആക്കിയിടാം. ഇവിടെ തീയാണ്, ഉൾമുത്തം തീയാണ്, ഇവിടെ ഫയറാകും. താൻ ആരാണ്? ഞാനാണ് ഇതിന്റെ മേൽനോട്ടക്കാരൻ. അതിന്തൊക്കെ താഴോട്ട് നോക്കിയാ കാണത്തില്ലേ? അതല്ല പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റർ ആണെന്നാ പറഞ്ഞത്. അത് ഡയറക്ടർ സാറിന് അറിയോ? എന്തോന്ന്? താനാ ഇവിടെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്? അതല്ലെന്ന് പറഞ്ഞത്, മത്സ്യകന്യകയും വീടും കാര്യങ്ങളൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പം മനസ്സിലായി. പിന്നെ എനിക്ക് ആരാ ഇനി പറയണ്ട, മത്സ്യകന്യ പോലും പറയാൻ എനിക്കറിയാം. ആര്? എന്റെ അമ്മായച്ചനല്ലേ? മത്സ്യകന്യകയുടെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ മത്സ്യകന്യകൾ അച്ഛനൊന്നും അല്ലത്. അന്ന് അച്ഛനായാലും അല്ലേലും ഞാൻ മത്സ്യകന്യകയെ കെട്ടും. കെട്ടിക്കഴിഞ്ഞിട്ട് അഴിച്ച് മാറ്റി കെട്ടും. തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? കാടി വെള്ളം കൊടുക്കാതെ അറിയി പോടും. മത്സ്യകന്യ എനിക്ക് ഒരു കാര്യം ചോദിക്കാവുള്ളൂ. മത്സ്യകന്യക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഞാൻ കെട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണ്. ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു കഷണ്ടി ഇല്ല, എനിക്ക് ഇപ്പൊ കൊണ്ടുപോയാ. എന്നെ കെട്ടുമ്പോ ഈ നിൽക്കുന്ന ഭർത്താവിനെ 4 പിള്ളേരെ കൂടെ കൊണ്ടുപോണോന്ന്. അപ്പൊ ഈ മത്സ്യകന്യയാണെന്ന് പറഞ്ഞത്? മത്സ്യകന്യ എന്നുള്ളത് പേരല്ലേ, പട്ടമല്ലല്ലോ. അല്ലേ ചേട്ടാ? അല്ലേ മോളിസേ? അത് നീ ഇടണ്ട, അല്ല ഞങ്ങൾ ഇടേണ്ട കാര്യം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഇടുന്നതാണ് കറക്റ്റ്. എനിക്ക് ശരത്തിന്റെ ഈ
ഭയങ്കര ഇഷ്ടപ്പെട്ടു. So cute. ഡാൻസും അണ്ടർ വാട്ടറിലെ ഡാൻസും പാട്ടും നന്നായിരുന്നു. ലോജിക് പിടിച്ച ഒരു സ്കിറ്റായിരുന്നു. കണ്ട് സൂപ്പർ. എല്ലാം നന്നായിരുന്നു കേട്ടോ. നല്ല ആശയം. ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു ഈ സ്കിറ്റ്? നിതീഷ് ഏട്ടൻ നന്നായിരുന്നു അടിപൊളി. നമ്മൾ അവിടെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഇത് മറ്റേ സീക്വൻസിന്റെ ക്ലോത്ത് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇതല്ലട്ടോ, ഇത് ലൈനൊക്കെ വെച്ച് വരച്ച് ഒട്ടിച്ചേക്കുവാ. മേക്കപ്പും കോസ്റ്റ്യൂമും ഭയങ്കര അടിപൊളിയാണ്. ഇതിലായിരുന്നു മേക്കപ്പിനും കോസ്റ്റ്യൂമിനും നല്ലൊരു കൈയടി കേട്ടോ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ടീം അയ്യോ, രസമായിരുന്നു എന്നറിയോ? അതും കിട്ടില്ലായിരുന്നു. മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു. ഇഷ്ടായില്ലേ നിങ്ങൾക്ക്? അടിപൊളി. എങ്കിൽ നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം, വാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ സൂപ്പർ 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ചൂട് തരാൻ പറ്റില്ല. തണുപ്പ് വെള്ളത്തിന്റെ ഉള്ളിലാണ്. ഒഴുകി പോകാണ്ട് നോക്കണേ. ലോജിക് പിടിച്ചു. വെള്ളത്തിൽ പോയാലും എന്നാ നമുക്ക് 30,000 രൂപ കിട്ടി. ഓൾ ദി വെരി ബെസ്റ്റ്.